പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ഇത്രയും സ്വാർത്ഥരായി കാണപ്പെടുന്നത്? നമ്മളോട് അവർക്ക് വലിയ അടുപ്പമുണ്ടാകും, പക്ഷേ അവരുടെ ഓരോ നീക്കത്തിന്റെ പിന്നിലും ഒരു രഹസ്യ അജണ്ട ഉണ്ടാകും. സ്വന്തം നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ ഒരു കരുവാക്കി മാറ്റുന്ന ഇത്തരം ആളുകളെ മനഃശാസ്ത്രത്തിൽ മാക്കിയവെല്ലിയൻ വ്യക്തിത്വങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കൗശലക്കാരായ ആളുകളെ കുറിച്ച് ആണ്. നമുക്ക് ഇവരെ എങ്ങനെ തിരിച്ചറിയാം? അതിലേക്ക് പോകുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എന്റെ ഈ ചാനലിന്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എപ്പോഴും എന്റെ വീഡിയോ കാണുന്ന, മുടങ്ങാതെ തന്നെ കാണുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളുടെ ആ വലിയ സ്നേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. നമുക്കിനി വിഷയത്തിലോട്ട് കിടക്കാം. സൈക്കോളജിയിൽ 3 തരം ഇരുണ്ട സ്വഭാവങ്ങളെ ചേർത്ത്, 3 തരം ഇരുണ്ട വ്യക്തിത്വ സ്വഭാവങ്ങളെ ചേർത്ത് നമുക്ക് ഡാർക്ക് ട്രയാഡ് എന്നാണ് വിളിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് മാക്കിയവെല്ലിനിസം എന്ന കൂട്ടര്. തന്ത്രപരമായ കൃത്രിമമാണ് ഇവരുടെ പ്രത്യേകത. രണ്ടാമത്തെ കൂട്ടരാണ് നാർസിസം, അമിതമായ ആത്മപ്രശംസയും അംഗീകാരത്തിനായുള്ള ദാഹവും. മൂന്നാമത്തേതാണ് സൈക്കോപ്പതി. ഇവർക്ക് യാതൊരു കുറ്റബോധവുമില്ല, എടുത്തുചാട്ടവും ആണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഇവരുടെ ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയോട് വളരെ ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ രാഷ്ട്രീയ തന്ത്രജ്ഞനായ നിക്കോള മാക്കിയവെല്ലിയുടെ പേരിൽ നിന്നാണ് ഈ മാക്കിയവെല്ലിനിസം എന്ന ഈ ഒരു വാക്കുണ്ടായത്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു ബുക്കാണ് ദ പ്രിൻസ് എന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിജയിക്കാൻ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം. ദ എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻ. അങ്ങനെയാണ് പറയുന്നത്. ലക്ഷ്യം നേടുവാൻ കള്ളം പറയുന്നതോ മറ്റുള്ളവരെ ചതിക്കുന്നതോ ഒന്നും തെറ്റല്ല. ഇന്നും ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഇത്തരക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആദ്യത്തെ ലക്ഷണമാണ് തന്ത്രപരമായ കൃത്രിമം, അതായത് സ്ട്രാറ്റജിക് മാനിപ്പുലേഷൻ. ഇവർ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരിക്കും. നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ അവർ നിങ്ങളെ പുകഴ്ത്തും, അല്ലെങ്കിൽ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇത് അവർ ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ടായിരിക്കും. മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള സംശയവും തോന്നുന്നില്ല. രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇവർക്ക് സഹതാപമില്ലായ്മ, അതായത് എമ്പതി. അല്പം പോലും എമ്പതി ഇവർക്കില്ല. നിങ്ങളുടെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവരെ യാതൊരു തരത്തിലും ബാധിക്കില്ല. അവർക്ക് നിങ്ങളോട് സ്നേഹമുള്ളതായി തോന്നിയേക്കാം, പക്ഷേ അത് അവരുടെ ലക്ഷ്യം സാധിക്കുന്നതുവരെ മാത്രമായിരിക്കും. ഇക്കൂട്ടർക്ക് അമിതമായ വശീകരണ സ്വഭാവമുണ്ട്, അതായത് ഒരുതരം സൂപ്പർഫിഷ്യൽ ചാമിങ് എഫക്ട്. ഇവർ പൊതുവെ എല്ലാവരോടും വളരെ നന്നായി പെരുമാറുന്നവരായിരിക്കും. ആരെയും ആകർഷിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. പക്ഷേ ആ സൗഹൃദം ഒരു ബിസിനസ് ഡീൽ പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് അവരുടെ കാര്യം നേടിയെടുക്കുന്നവരെ മാത്രം. അത് കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങളെ അറുത്തുമാറ്റും. മറ്റൊരു പ്രത്യേകത രഹസ്യ സ്വഭാവമാണ്. വളരെ എക്സ്ട്രീമായി സീക്രസി കീപ്പ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് അവർ. തങ്ങളുടെ പ്ലാനുകൾ സീക്രട്ട് ആയിരിക്കും. ഈ പ്ലാനുകൾ ഒന്നും ആരോടും ഷെയർ ചെയ്യില്ല. എപ്പോഴും എല്ലാവരെക്കാളും താൻ ഒരു ചുവട് മുന്നിലായിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ഇവർക്ക് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ മോശമാണ്. മറ്റുള്ളവരെല്ലാം സ്വാർത്ഥരാണ്, ലോകം തന്നെ ഒരു മത്സരമാണ്, അതുകൊണ്ട് താനും അങ്ങനെയാകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഇവരുടെ ലൈഫിലോടുള്ള ഇവരുടെ ഒരുതരം ഐഡിയോളജി. ഇനി നമുക്ക് ജീവിതത്തിൽ ഇക്കൂട്ടര് നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളാണ് നമുക്ക് ഇവരെ കാണാൻ കഴിയുന്നത് നോക്കാം. എല്ലാ സമസ്ത മേഖലയിലും ഇവരുണ്ട്. പ്രധാനമായും ഓഫീസുകളിലാണ്. അവിടെ ഇക്കൂട്ടർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ സഹപ്രവർത്തകരുടെ പണി തട്ടിയെടുത്ത് പ്രൊമോഷൻ വാങ്ങുന്നവരായി. കുടുംബ ബന്ധങ്ങളിലാണെങ്കിലോ പാർട്ട്ണറെ മാനസികമായി തളർത്തി സ്വന്തം ഇഷ്ടത്തിന് നിയന്ത്രിക്കുന്നവർ. രാഷ്ട്രീയത്തിലാണെങ്കിലോ അധികാരം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവർ. ഈ കഥയിൽ ആന്റണിയും ജോർജും ഒരേ പദവിയിൽ ജോലി ചെയ്യുന്ന 2 വ്യക്തികളാണ്. ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആന്റണി നല്ല കഠിനാധ്വാനിയാണ്, നല്ല ഒരു ഹാർഡ് വർക്കർ. എന്നാൽ ജോർജ് ആകട്ടെ നല്ലൊരു സോഷ്യൽ സർക്കിളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആന്റണി തന്റെ രാത്രിയും പകലും ഇരുന്ന് തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റിന്റെ ഐഡിയയെക്കുറിച്ച് അവരുടെ സൗഹൃദ സംഭാഷണത്തിൽ ജോർജുമായിട്ട് പങ്കുവച്ചു. ജോർജ് ഇത് വളരെ തന്ത്രപരമായി ചോർത്തിയെടുക്കുന്നു ആന്റണിയിൽ നിന്ന്. സൗഹൃദം അഭിനയിച്ചുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ ശേഖരിച്ച ശേഷം കമ്പനിയിലെ മീറ്റിംഗ് സമയത്ത് ആന്റണി സംസാരിക്കുന്ന തൊട്ടു മുന്നേ തന്നെ ജോർജ് അത് ബോസിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോർജ് ആന്റണിയെ പരസ്യമായി തള്ളിക്കളയുന്നില്ല. പകരം ആന്റണി എന്നോട് സഹായിക്കാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ആന്റണി കഴിവുകെട്ടവനാണെന്ന് വരുത്തി തീർക്കുന്നു. അവസാനം പ്രൊമോഷൻ ലഭിക്കുന്നത് ജോർജിനാണ്.
1984 MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച PK ജയരാജൻ എന്ന കഥാപാത്രം ഈ മാക്കിയവെല്ലിനിസത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. ഈ ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു നെഗറ്റീവ് റോളുള്ള കഥാപാത്രം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ചിത്രം തന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ജയരാജൻ ഒരു മാക്കിയവെല്ലിയൻ കഥാപാത്രം ആകുന്നത്? നമ്മുടെ ഈ ക്യാരക്ടറിന്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. തന്ത്രപരമായ കൃത്രിമം, അത് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, സ്ട്രാറ്റജിക് മാനിപ്പുലേഷൻ. മറ്റുള്ളവരുടെ ദുർബലതകൾ കണ്ടെത്താൻ ജയരാജൻ മിടുക്കനാണ്. തന്റെ കീഴ് ജീവനക്കാരായ ചന്ദ്രൻ, അതായത് ഈ ചന്ദ്രന്റെ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന്റെ റോൾ ചെയ്തിരിക്കുന്ന റഹ്മാനാണ്. ജോണി എന്ന കഥാപാത്രത്തിന്റെ റോൾ ചെയ്തിരിക്കുന്ന നെടുമുടി വേണു. അപ്പോൾ ഈ ചന്ദ്രന്റെയും ജോണിയുടെയും പണത്തോടുള്ള അവരുടെ ആവശ്യം ഇത് മനസ്സിലാക്കിയതിനു ശേഷം ഇവരെ ചൂഷണം ചെയ്യുകയാണ് PK ജയരാജൻ. ഇവരെ ജയരാജൻ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നു. പിന്നീട് ഭയത്തിലൂടെ അവരെ തന്റെ വരുതിയിലാക്കുന്നു. സാധാരണ വില്ലന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ജയരാജന് തന്റെ ക്രൂരതകളിൽ ഒട്ടും പശ്ചാത്താപമില്ല. ലാക്ക് ഓഫ് എംപതി. ഉയരങ്ങളിലേക്ക് കയറിപ്പോകാൻ കൊലപാതകവും ചതിയും ഒരു തന്ത്രമായി മാത്രമാണ് അയാൾ കാണുന്നത്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പദവിയുടെ ഉയരങ്ങളിൽ എത്തുക എന്ന് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. ആളുകളെ വെറും ചതുരംഗ കരുക്കളായി മാത്രമേ അയാൾ കാണുന്നുള്ളൂ. പുറമേയുള്ള ശാന്തതയും മാന്യമായ പെരുമാറ്റവും ഉപയോഗിച്ച് അയാൾ തന്റെ യഥാർത്ഥ സ്വഭാവത്തെ മറച്ചുവെക്കുന്നു. മേലുദ്യോഗസ്ഥരെയും കൂടെയുള്ള സ്ത്രീകളെയും അയാൾ തന്റെ വളർച്ചയ്ക്കായി ബുദ്ധിപരമായി ഉപയോഗിക്കുന്നു. മലയാള സിനിമയിലെ ഏറ്റവും ബുദ്ധിമാനായ വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജയരാജൻ എന്ന കഥാപാത്രം. വൈകാരികമായ വിദ്വേഷത്തെക്കാൾ ഉപരിയായി തികച്ചും കണക്കുകൂട്ടലുകളുടെയുള്ള, അതായത് ഒരു കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്രൂരതയാണ് ഈ കഥാപാത്രത്തിനെ വ്യത്യസ്തനാക്കുന്നത്. ഒരേ വ്യക്തിയിൽ തന്നെ ഈ മാക്കിയവെല്ലിനിസം അതുപോലെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവ രണ്ടും കൂടി ചേർന്നാലോ, ദാറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഡെഡ്ലി കോമ്പിനേഷൻ. മാക്കിയവെല്ലിനിസവും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറും തമ്മിൽ കാഴ്ചയിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇത് വളരെയധികം സാമ്യത ഉള്ളതായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ എങ്കിലും ഇവ രണ്ടും രണ്ടാണ്. മനഃശാസ്ത്രപരമായി സൈക്കോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ മാക്കിയവെല്ലിനിസം എന്ന് പറയുന്നത് ഒരു സ്വഭാവ സവിശേഷതയാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ട്രെയിറ്റ് ആണ്. എന്നാലും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ്, ഒരു മാനസിക ആരോഗ്യ അവസ്ഥ. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ മാക്കിയവെല്ലിനിസത്തിൽ തന്ത്രപരമായ നീക്കങ്ങളായിരിക്കും, വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള സ്വഭാവം. പക്ഷേ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലുള്ള ആൾക്കാർക്ക് അവർ വളരെ എടുത്തുചാട്ടക്കാരായിരിക്കും. ഇത്തരക്കാര് ദീർഘകാലം ലാഭം നോക്കി പ്രവർത്തിക്കുന്നവരാണ് മാക്കിയവെല്ലിനിസം. വളരെ ക്ഷമയോടെ കണക്കുകൂട്ടലുകളോടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങും. സ്വന്തം പദവിയോ പ്രശസ്തിയോ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇവർ നിയമം ലംഘിക്കില്ല. They know how to protect themselves. എന്നാൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇക്കൂട്ടർക്ക് പലപ്പോഴും പെട്ടെന്നുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ദീർഘകാല പ്ലാനിങ്ങുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആവേശത്തിന് വേണ്ടിയോ നിയമങ്ങൾ ലംഘിക്കാനോ അപകടങ്ങളിൽ ചെന്ന് വീഴാനോ ഒക്കെ വളരെയധികം ഇവർക്ക് സാധ്യതയുണ്ട്. അതിനൊട്ടും മടിക്കത്തുമില്ല. പിന്നെ ഇവരുടെ സാമൂഹിക ഇടപെടൽ നോക്കുകയാണെങ്കിൽ മാക്കിയവെല്ലിനിസംകാര് കമ്പനികളിലോ ഉയർന്ന സ്ഥാനങ്ങളിലെത്താൻ ഇവർക്ക് കൊണ്ട് പറ്റും. സമൂഹത്തിലെ നിയമങ്ങളും മര്യാദകളും കൃത്യമായി പഠിച്ച് അവയെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി അവർക്ക് ഉപയോഗിക്കും. ഇവർക്ക് മാന്യമായ ഒരു മുഖംമൂടി ഉണ്ടായിരിക്കും. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറാണെങ്കിലോ നിയമങ്ങളോടും മറ്റുള്ളവരുടെ അവകാശങ്ങളോടും അവർക്ക് യാതൊരു പരിഗണനയുമില്ല. ഇവയെല്ലാം തന്നെ അവർ അവഗണിച്ചുകൊണ്ടേയിരിക്കും. ഇവർക്ക് സ്ഥിരമായ ജോലിയോ ബന്ധങ്ങളോ ഒന്നും നിലനിർത്താൻ ഇവർക്ക് കഴിയില്ല. പിന്നെ വികാര നിയന്ത്രണത്തിൽ നോക്കുകയാണെങ്കിൽ മാക്കിയവെല്ലിനിസംകാർക്ക് നല്ല ഇമോഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവർ നന്നായിട്ട് ഇമോഷണൽ മാനേജ് ചെയ്യാൻ കഴിവുള്ളവരാണ്. എന്നാൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിക്കാർക്ക് അവരുടെ പെട്ടെന്ന് ദേഷ്യം വരും. ഇവർ വളരെ പെട്ടെന്ന് അക്രമാസക്തരാകാനും സാധ്യതയുണ്ട്. ഇനി ഈ മാക്കിയവെല്ലിനിസം വ്യക്തിത്വം ഉള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ നേരിടാമെന്ന് നോക്കാം. ഇവരുമായി അതിർവരമ്പുകൾ വയ്ക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അതായത് അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ദാറ്റ് മീൻസ് നമ്മൾ വളരെ അസേർട്ടീവ് ആയിരിക്കുക എന്നർത്ഥം. വൈകാരികമായിട്ട് ഇവര് നമ്മളോട് പെരുമാറുമ്പോൾ അവരുമായിട്ട് ഇമോഷണലായിട്ട് നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കുക. അവർ നിങ്ങളെ പ്രകോപിക്കാൻ ശ്രമിക്കും, സ്വാധീനിക്കാൻ ശ്രമിക്കും. ആ സമയത്തെല്ലാം നമ്മൾ വളരെ റീസണോട് കൂടി ലോജിക്കലായി മാത്രമേ അവരോട് സംസാരിക്കാവൂ. റീസണിങ്ങോട് കൂടി എല്ലാവരെയും സംശയിക്കണമെന്നല്ല ഇതിനർത്ഥം. പകരം നമ്മളെ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ അല്പം ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്.
എല്ലാ തന്ത്രശാലികളും ചീത്തയാകണമെന്നില്ല, അവർ മോശപ്പെട്ട ആൾക്കാരും അങ്ങനെയൊന്നും ആകണമെന്നില്ല. പക്ഷേ തന്ത്രങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനാണെങ്കിൽ അത് അപകടകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട രസകരമായ വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഇനി കാണുന്നതുവരേക്കും എല്ലാവർക്കും ശുഭദിന ആശംസകൾ. താങ്ക് യു.